മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രഭാഷണ ശകലമുണ്ട്. ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്ന പ്രഭാഷണം. അതിൽ നാളെ അമേരിക്കയിൽ ഒരു ടേബിളിന് ചുറ്റും കറുത്തവനും വെളുത്തവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം പുലരുമെന്ന സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇസ്ലാമിക സമൂഹങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ തലവന്മാരായി, അധിപന്മാരായി കറുത്തവർ ഭരണചക്രമുയർത്തിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാം മനുഷ്യൻ്റെ വിമോചനത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ഇസ്സത്തിനെക്കുറിച്ച് ആത്യന്തികമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ അബൂദർ ഇഫാരി റളിയല്ലാഹു അൻഹുവും ബിലാലും തമ്മിൽ കാര്യമായി എന്തോ സംസാരിക്കുകയാണ്. ആ സമയത്ത് അബൂദർ ഇഫാരി റളിയല്ലാഹു അൻഹു ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. അത് ബിലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക പ്രയാസമുണ്ടാക്കിയ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ബിലാൽ പ്രവാചകന്റെ അടുക്കൽ പരാതിയുമായി ചെന്നു. പ്രവാചകൻ വളരെ രോഷാകുലനായിക്കൊണ്ടു തന്നെ ആ രംഗത്തെ വിചാരണ ചെയ്യുകയാണ്. പ്രവാചകൻ അബൂദർ ഇഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിന്റെ ഉള്ളിൽ ഇന്നും, നീ മുസ്ലിം ആയതിനു ശേഷവും, നീ മുഅ്മിനായതിനു ശേഷവും നിന്റെ ഉള്ളിൽ ഇന്നും ജാഹിലിയത്തിൻ്റെ അംശം ഉറങ്ങിക്കിടക്കുന്നുണ്ടോ യാ അബൂദർ എന്നാണ് പ്രവാചകൻ രോഷാകുലനായിക്കൊണ്ട് അബൂദർ ഇഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. ആ രംഗത്തെ, പ്രവാചകന്റെ രോഷാകുലമായിട്ടുള്ള ആ നോട്ടത്തെ താങ്ങാൻ കഴിയാതെ, അല്ലെങ്കിൽ ആ വിചാരണ ചെയ്യുന്ന ആ രംഗത്തെ താങ്ങാൻ കഴിയാതെ അബൂദർ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് ബിലാലിനോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്, ഞാൻ എൻ്റെ കാലിലെ ചെരുപ്പൂരി നിനക്ക് നൽകാം, ഞാൻ എൻ്റെ മുഖം ഇവിടെ നിലത്ത് താഴ്ത്തി വെക്കാം, എന്നിട്ട് ആ ചെരുപ്പ് കൊണ്ട് ബിലാൽ എൻ്റെ മുഖത്ത് ചവിട്ടണം, അതല്ലെങ്കിൽ ആ ചെരുപ്പെടുത്ത് എൻ്റെ മുഖത്ത് അടിക്കുകയെങ്കിലും ചെയ്യണം ബിലാൽ എന്ന് ബിലാലിനോട് കേണപേക്ഷിക്കുകയാണ് അബൂദർ ഇഫാരി റളിയല്ലാഹു അൻഹു. ആ സമയത്ത് വളരെ സൗമ്യനായി, വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ബിലാൽ ഉറച്ച കാൽപാദങ്ങളോടുകൂടി അബൂദർ ഇഫാരിയെ താഴെ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് അബൂദറിനെ വാരി പുണർന്നുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് പറയുകയാണ്, അബൂദർ, നീ എൻ്റെ സഹോദരനല്ലേ അബൂദർ? തിരിച്ച് അബൂദറും പറയുകയാണ്, നീ എൻ്റെ സഹോദരനാണ് യാ ബിലാൽ എന്ന്. നോക്കൂ, എങ്ങനെയാണ് മനുഷ്യൻ എന്ന പ്രതലത്തിലേക്ക് ആളുകളെ പ്രവാചകൻ ഉയർത്തിക്കൊണ്ടുവന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ ചർച്ച, അല്ലെങ്കിൽ ആ സംസാരം എന്ന് പറയുന്നത് കേവലമായിട്ട് വിശേഷിപ്പിച്ച ഒരു വാക്കായിരുന്നില്ല. മറിച്ച് അബൂദറിൻ്റെ ഉള്ളിൽ ജാഹിലിയത്തിൻ്റെ അംശങ്ങൾ ഇനിയും ഉറങ്ങിക്കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാഹിലിയത്തിൻ്റെതായിട്ടുള്ള അംശങ്ങൾ ഇനിയും അബൂദറിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന ആകാംക്ഷയായിരുന്നു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ വേദനയായിരുന്നു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ വിചാരണയിലേക്ക്, അല്ലെങ്കിൽ അത്രയും ശക്തമായ രീതിയിലുള്ള ഒരു വിചാരണയിലേക്ക് പ്രവാചകനെ നയിച്ചത്. മനുഷ്യൻ്റെ അന്തസ്സിനെ കുറിച്ച് ഇസ്ലാം സംസാരിക്കുകയാണ്. എങ്ങനെയാണ് അടിമയായി യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ലാതെ ജീവിച്ചിരുന്ന ബിലാൽ എങ്ങനെയാണ് മനുഷ്യൻ എന്ന പ്രതലത്തിലേക്ക് ഉയർത്തപ്പെട്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മാഭിമാന ബോധം, അത്തരത്തിലുള്ളൊരു ബോധ്യങ്ങൾ എങ്ങനെയാണ് അടിമയായി ഒരു കാലത്തും യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ, യാതൊരു ആവിഷ്കാരങ്ങളുമില്ലാതെ, എല്ലാം നിഷേധിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യനെന്ന പരിഗണന പോലും ഇല്ലാതെ ജീവിച്ച ബിലാലിന് എങ്ങനെയായിരിക്കും ആ ഒരു ആത്മാഭിമാന ബോധം ഉണ്ടായിട്ടുണ്ടായിരിക്കുക? അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വിളിക്കുമ്പോഴേക്കും പ്രവാചകന്റെ മുമ്പിൽ വേദനയോടെ പരാതി പറയാൻ മാത്രം ഉള്ളിൽ ഇസ്സത്ത് എങ്ങനെയാണ് പ്രവാചകൻ ബിലാലിനെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക എന്നത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒന്ന് തന്നെയാണ്.